ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ബാബ്, ആദ്യത്തെ ബാബിനെ കുറിച്ച് പറയുന്നത് ബാബുൽ ഇഖ്ലാസി വ ഇഹ്ലാരി നിയ്യ എന്നുള്ള ബാബിനെ കുറിച്ചാണ്. ബാബുൽ ഇഖ്ലാസി വ ഇഹ്ലാരി നിയ്യത്തി ഫി ജമീൽ അഅ്മാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ എന്നുള്ള ഒരു ബാബാണ് പറയുന്നത്. ബാബുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയെ കുറിച്ച് പറയുന്ന ബാബ്. ഇഖ്ലാസ് ആണ് ആത്മാർത്ഥത. പേജ് നമ്പർ എന്റെ കിതാബിൽ 17 കിതാബ് തുടങ്ങുന്നത് കിതാബ് മഖാസിദുൽ ആരിഫീൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ തുടക്കത്തിൽ തന്നെ മുഖദ്ദിമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ല. അതന്നെ ബാബുൽ ഇഖ്ലാസി വ ഇഹ്ലാരി നിയ്യത്തി ഫി ജമീൽ അഅ്മാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ. ബാബുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയെ കുറിച്ച് പറയുന്ന ബാബ്. അതുപോലെ വ ഇഹ്ലാരി നിയ്യത്തി, നിയ്യത്തുകൾ, പിന്നെ ഓരോ അമൽ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിയ്യത്ത് ഹാളിറാവണം, നിയ്യത്ത് വരണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ബാബ്. ഏതൊക്കെ അവസ്ഥയിൽ? ഫി ജമീൽ അഅ്മാലി, എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ ഇബാദത്തുകളിലും, വൽ അഖ്വാലി, എല്ലാ വാക്കുകളിലും, വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ, എല്ലാ വൽ അഹ്വാൽ എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥയിലും, അൽ ബാരിസത്തി പറഞ്ഞ പരസ്യമായ അവസ്ഥയിലും, വൽ ഖഫിയത്തി രഹസ്യമായ അവസ്ഥയിലും, എല്ലാവിധ രഹസ്യമായതും പരസ്യമായതുമായ അവസ്ഥയിലും, അതുപോലെ എല്ലാ വാക്കുകളിലും, എല്ലാ പ്രവർത്തികളിലും, ഇബാദത്തുകളിലും നമുക്ക് നിയ്യത്തും അതുപോലെ ആത്മാർത്ഥതയും ഹാദിറാവണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ബാബാണ് ഒന്നാമത്തേത്. അതിൽ ആദ്യത്തെ പിന്നെ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ശൈലി എങ്ങനെയാണെന്ന് വെച്ചാൽ, റിയാദ് സാലിഹീൻ എഴുതുമ്പോൾ അതിന്റെ ശൈലി ആദ്യം പിന്നെ ബാബ് പറയും. ആ ബാബിന് ശേഷം പിന്നീട് 2-3 ആയത്തുകൾ, ഈ ബാബുമായി ബന്ധപ്പെട്ട 2-3 ആയത്തുകളെ കുറിച്ച് പറയും. ആയത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് പിന്നെ ആയത്ത് കൊടുക്കും. അതിനുശേഷം പിന്നീട് ഹദീസ് പറയും. ഹദീസ് സനദ് അടിസ്ഥാനത്തിൽ പിന്നെ സനദ് മുഴുവനായിട്ട് പറയും ചെയ്യും. പിന്നെ അതിന്റെ അവസാനത്തിൽ ആരാണ്, പിന്നെ ഏത് കിതാബിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണോ, ഇമാം മുസ്ലിം ഇമാമാണോ, അതോ അവർ രണ്ടുപേരും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, ഹദീസിന്റെ അവസാനത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഹദീസിന്റെ ഘടന, ഹദീസ് കിതാബിന്റെ ഘടന. അപ്പോ ആദ്യമായിട്ട് ഒരു ബാബ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ആയത്തുകൾ പറഞ്ഞു. അപ്പൊ ആയത്തുകളെ കുറിച്ച് പറയാണ്. ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നെ ഈ ബാബുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സക്കാഹ വദാലിക ദീനുൽ ഖയ്യിമ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വമാ ഉമിറു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? അള്ളാഹു പറയാണ്, ഞാൻ അവരോട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ കൽപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട്, ഇഖ്ലാസോട് കൂടെ പറഞ്ഞാല് ആത്മാർത്ഥമായിട്ടാണ് അള്ളാഹുവിനെ എന്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത്. അതുപോലെ ഹുനഫാ, സച്ചരിതരായിട്ട് പിന്നെ ആത്മാർത്ഥതയോട് കൂടെ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ ഞാൻ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാല് അങ്ങനെ ആരാധിക്കാനാണ്. ആത്മാർത്ഥമായിട്ടും അതുപോലെ സച്ചരിതരായിട്ടും അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാനും പിന്നെ എന്തിനാണ് അവരെ കൽപ്പിച്ചിട്ടുള്ളത്? വയുഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്താനും, വയുഅ്തുസ് സക്കാഹ്, സക്കാത്ത് കൊടുക്കാനും. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അവരോട് കൽപ്പിച്ചത് എന്ന് ഈ ആയത്തിൽ പറയാണ്. അള്ളാഹു പറയാണ്, ഞാൻ അവരോട് സക്കാത്ത് കൊടുക്കാനും അതുപോലെ നിസ്കാരം നിലനിർത്താനും അതുപോലെ സച്ചരിതരായിക്കൊണ്ട് ആത്മാർത്ഥതയോടെ അള്ളാഹുവിനെ ആരാധിക്കാനും അല്ലാതെ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനാണ് ഞാൻ കൽപ്പിച്ചത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വദാലിക ദീനുൽ ഖയ്യിമ, ഇതാണ് ഈ പിന്നെ കൽപ്പിച്ചതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ദീനുൽ ഖയ്യിമ.
ഖയ്യിമായ ദീൻ എന്ന് പറഞ്ഞാൽ നേരായ വഴി, നേരായ ദീൻ ഈ പറഞ്ഞതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അത് സൂറത്തുൽ ബയ്യിന 5-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബയ്യിന നിങ്ങൾക്ക് അറിയുണ്ടാവും. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറയുന്ന സൂറത്തിലുള്ള 5-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത്. അടുത്തൊരായത്ത് കൂടി പറയുകയാണ്. വഖാലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. സൂറത്തുൽ ഹജ്ജ് 37-ാമത്തെ ആയത്താണ്. ലൻ യനാലല്ലാഹ, ഒരാള് എന്തിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഒട്ടകം, ഒരാൾ ഒരു ഒട്ടകത്തെ അള്ളാഹുവിന്റെ പേരൊക്കെ ചൊല്ലിയിട്ട് വിസ്മിയൊക്കെ ചൊല്ലിയിട്ട് ഒരാൾ ഒട്ടകത്തെ അറുത്താൽ, അങ്ങനെ ആ ഒട്ടകത്തെ മറ്റുള്ളവർക്ക് സദക്കയായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ ഭക്ഷിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ സദക്കയായിട്ടൊക്കെ ചെയ്താൽ, അങ്ങനെ അതിലൂടെ അവൻ പ്രതിഫലം കാംക്ഷിച്ചാൽ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൻ യനാലല്ലാഹ, അവൻ അള്ളാഹുവിന് കിട്ടൂല, ലുഹൂമുഹ, അവൻ ആ ഒട്ടകത്തെ അറുത്തു എന്നുള്ളത് കൊണ്ട് ലം യനാലല്ലാഹ, അള്ളാഹുവിന് എത്തുകയില്ല, അള്ളാഹുവിന് കിട്ടുകയില്ല, ലുഹൂമുഹ, ആ ഒട്ടകത്തിന്റെ ഇറച്ചിയോ, വലാ ദിമാഉഹ, ആ ഒട്ടകത്തിന്റെ രക്തവും എന്നല്ല. അപ്പൊ അവൻ ഒട്ടകത്തെ അറുത്തിട്ട് സദക്ക ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന് കിട്ടാൻ പോകുന്നത് ആ ഒട്ടകത്തിന്റെ ഇറച്ചിയോ രക്തമോ ഒന്നുമല്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, പക്ഷേ പിന്നെ അള്ളാഹുവിന് കിട്ടുന്നത് എന്താണ്? യനാലുഹു, അള്ളാഹുവിന് കിട്ടും അത്തഖ്വ മിൻകും, നിങ്ങളിലുള്ള തഖ്വ, നിങ്ങളിലുള്ള എങ്ങനെയായിരുന്നു നിങ്ങളുടെ നിയ്യത്ത്, നിങ്ങളുടെ ആത്മാർത്ഥത എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന് കിട്ടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു അതിലേക്കേ നോക്കുകയുള്ളൂ. നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ എങ്ങനെയായിരുന്നു നമ്മുടെ പിന്നെ നിയ്യത്ത് എന്തായിരുന്നു, ഈ അമൽ ചെയ്യുമ്പോൾ, അവൻ ഒട്ടകത്തെ അറുത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് എന്തായിരുന്നു, എന്ത് നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അല്ലാതെ അള്ളാഹു നമ്മുടെ പ്രവർത്തനത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നാണ് ഈ ആയത്തുകൊണ്ട് പറയുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുൽ, നബിയെ താങ്കൾ പറയുക, ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും, ഇൻ തുഖ്ഫു, നിങ്ങൾ അവ്യക്തമാക്കി വെച്ചാൽ, അതായത് നിങ്ങൾ മറച്ചു വെച്ചാൽ, മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒന്ന്, എന്തൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതെന്തോ അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചാലും, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പരസ്യപ്പെടുത്തിയാലും, നിങ്ങൾ പരസ്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ പരസ്യമായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ, രഹസ്യമായ കാര്യം എന്തൊക്കെയുണ്ടോ അതൊക്കെ യഅലമുല്ലാഹ്, അള്ളാഹു അതൊക്കെ അറിയും എന്ന് പറഞ്ഞാൽ, നമ്മുടെ എന്ത് നിയ്യത്തിലാണോ, എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതൊക്കെ അള്ളാഹുവിന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിയ്യത്താണ് ആദ്യം നന്നാക്കേണ്ടത്, എന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തോ ഒരു ഉദ്ദേശത്തോടെ ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ടോ, അതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിട്ട് കബൂലിയത്ത് കിട്ടുകയില്ല. പകരം അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിയ്യത്തൊക്കെ എന്ത് നന്നാക്കിയിട്ട് ചെയ്യുന്നുവോ അപ്പോൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് നമുക്ക് യഥാർത്ഥ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ഹദീസ്, വഅൻ അമീരിൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് ബിൻ നുഫൈൽ ബിൻ അബ്ദുൽ ഉസ്സ ബിൻ റിയാഹ് ബിൻ അബ്ദില്ല ബിൻ ഖുറത്ത് ബിൻ റുസാഹ ബിൻ അദി ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് അൽ ഖുറശി അൽ അദവി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് ആണല്ലോ പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്ന സഹാബി, അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. ഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, സമിഅതു ഞാൻ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു. യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്ത് പറയുന്നതായിട്ട്? ഈ ഹദീസ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഏതാണ് ആ ഹദീസ്? നമ്മളൊക്കെ പഠിച്ച, നമുക്ക് അറിയുന്ന ഹദീസ് തന്നെയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ അമലുകളും, എല്ലാ ഇബാദത്തുകളും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്ന് മാത്രം, ഇന്നമ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്ന് മാത്രമല്ല അർത്ഥം. മാ എന്നുള്ളത് കൂടി ആവുമ്പോൾ ഹസ്റിന്റെ അർത്ഥം എന്നാണ് പറയാം. അതായത് അതിലേക്കാണ്ട് ചുരുങ്ങും.
അതുകൊണ്ട് മാത്രമാണ്, മാത്രം എന്നുള്ളൊരു അർത്ഥം കൂടി ഇന്നമ എന്നുണ്ടാകുമ്പോൾ വരും. അപ്പോൾ ഇന്നമൽ അഅ്മാൽ നിശ്ചയമായും പ്രവർത്തനങ്ങൾ ബിൻ നിയാത്ത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നീയത്തുകൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നമൽ അഅ്മാലു നിശ്ചയമായും പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ ബിൻ നിയ്യത്ത് അത് സ്വീകാര്യയോഗ്യമാവണം എന്നുണ്ടെങ്കിൽ, അത് അള്ളാഹുവിന്റെ അടുത്ത് കബൂലാവണം എന്നുണ്ടെങ്കിൽ ബിൻ നിയ്യാത്ത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ്. നീയത്തുകൾ കൊണ്ട് മാത്രമേ അതിനെന്ത് കിട്ടുമോ, പ്രതിഫലം കിട്ടൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്നമാ ലികുല്ലി ഇംരിഇൻ, ഇന്നമാ ലികുല്ലി ഇംരിഇൻ നിശ്ചയമായും എല്ലാ മനുഷ്യനുമുണ്ട് എന്ത്, മാനവ എല്ലാ മനുഷ്യൻക്കും മാനവ അവൻക്ക് ഉദ്ദേശിച്ച ഒന്ന് മാത്രമാണ്, അവൻ നിയ്യത്ത് വെച്ച ഒന്ന് മാത്രമേ അവൻക്കുണ്ടാവൂ എന്ന് പറഞ്ഞാല് അവൻ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ എന്താണോ നിയ്യത്ത് വെച്ചത് അത് മാത്രമേ അവൻക്കുണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. ഇന്നമ നിശ്ചയമായും ലികുല്ലി ഇംരിഇൻ എല്ലാ മനുഷ്യർക്കും മാ ഒന്നാണ്, നവ അവൻ ഉദ്ദേശിച്ച ഒന്ന് മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, എന്നിട്ട് അതിന്റെ വിശദീകരണമായിട്ട് പറയാണ് ഫമൻ കാനത്ത് ഹിജ്റത്തുഹു. അപ്പൊ ഇനി ഒരാളുടെ ഹിജ്റയായാൽ, ഒരാളുടെ പലായനമായാൽ, ഒരാൾ ഹിജ്റ ചെയ്യുമ്പോൾ നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹുവിലേക്ക് അഭയം തേടുക എന്നുള്ളതാണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു, അപ്പൊ ആരുടെയെങ്കിലും ഫമൻ അപ്പൊ ഒരുത്തൻ കാനത്ത് ഹിജ്റത്തുഹു അവന്റെ ഹിജ്റ ആയാൽ, എങ്ങോട്ടായാൽ ഇലല്ലാഹി വ റസൂലിഹി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആയാൽ, എന്നാൽ അള്ളാഹു അവന്റെ റസൂൽ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അഭയം തേടിയാൽ ഫഹിജ്റത്തുഹു അപ്പൊ അവന്റെ പലായനം, അപ്പൊ അവന്റെ ഹിജ്റ ഇലല്ലാഹി വ റസൂലിഹി, അപ്പൊ അവൻ അള്ളാഹു റസൂല് എന്നുള്ള ആ ഒരു നിയ്യത്ത് വെച്ചത് കൊണ്ട് ഫഹിജ്റത്തുഹു അപ്പോൾ അവന്റെ ഹിജ്റയാകും എങ്ങോട്ട്, ഇലല്ലാഹി വ റസൂലിഹി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തന്നെയാകും. എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ഹിജ്റ കൊണ്ട് അവൻ ഉദ്ദേശിച്ചത്, അവൻ നിയ്യത്ത് വെച്ചത്. അപ്പൊ നിയ്യത്ത് ഏതാണോ അള്ളാഹു റസൂൽ എന്നാണല്ലോ അവന്റെ നിയ്യത്ത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമായി സംഭവിക്കുന്നതാണ്. നല്ല നിയ്യത്താകുമ്പോൾ നല്ല നിയ്യത്ത് തന്നെ ആകും. പക്ഷെ ഇനി വമൻ കാനത്ത് ഹിജ്റത്തുഹു, ഇനി ഒരാളുടെ ഹിജ്റ ആയാൽ, ഒരാൾ പലായനം ചെയ്യുമ്പോൾ ഒരാള് പോകുമ്പോൾ ഇനി ഒരാൾ നിയ്യത്ത് വെക്കാണ് എന്തിനേലി ദുന്യ, ഒരു ദുന്യാവിന് വേണ്ടിയിട്ട്, യുസീബുഹ അവൻക്ക് ദുന്യാവിനെ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ ഹിജ്റ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലൊക്കെ മറ്റുള്ളവർ ഹിജ്റ പോകുമ്പോൾ ഒരാൾ ഹിജ്റ പോകുന്നത് ദുന്യാവിന് വേണ്ടിയിട്ടാണ്. മറ്റേ സ്ഥലത്ത് പോയാൽ അവിടെ കൂടുതൽ സമ്പത്തുണ്ട്, അപ്പൊ ഒരുപാട് സമ്പത്തുകൾ എനിക്ക് എന്ത് ചെയ്യുക നേടാൻ കഴിയും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ദുന്യാവിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ഒരാൾ ഹിജ്റ ചെയ്താൽ. ഇതാണ് ദുന്യ എന്ന് പറഞ്ഞാല്. ദുന്യാവിന് വേണ്ടി പറഞ്ഞാല് ദുന്യാവിലെ സുഖ സൗകര്യങ്ങള്, ദുന്യാവിലെ ആഡംബരങ്ങള്, ദുന്യാവിലെ സമ്പത്തുകള്, ദുന്യാവിലെ സന്തോഷങ്ങള് അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹിജ്റ പോയാൽ യുസീബുഹ അവൻ എന്ത് ചെയ്യും, ആ ദുന്യാവിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഹിജ്റ പോയാൽ, ഔ ഇമ്രഅത്തിൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഒരു പെണ്ണിനെ, യൻകിഹുഹ അതിനെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ഹിജ്റ പോയാൽ എന്ന് പറഞ്ഞാല് അവന് ഹിജ്റ പോകുമ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്, എനിക്ക് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു നിയ്യത്തോടു കൂടെയാണ് അവൻ ഹിജ്റ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഫഹിജ്റത്തുഹു അപ്പോൾ അവന്റെ ഹിജ്റ ഇലാമ ഹാജറ ഇലൈഹി അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ പോയത്, അവൻ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണോ ഹിജ്റ പോയത്, അപ്പൊ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആകും. ഇനി അവൻ ദുന്യാവിലിന് വേണ്ടിയിട്ടാണോ ഹിജ്റ പോയത്, അപ്പൊ ദുന്യാവായിരിക്കും അവൻക്ക് കിട്ടുക, അള്ളാഹുവിൻ റസൂലിൽ നിന്നും ഒരു കൂലിയും കിട്ടൂല. അതുപോലെ ഇനി ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കാൻ വേണ്ടി, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അവൻ ഹിജ്റ പോയത് എങ്കിൽ അവൻക്ക് ആ സ്ത്രീയെ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു കൂലിയും കിട്ടൂല എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫഹിജ്റത്തുഹു അപ്പോൾ അവന്റെ ഹിജ്റ ഇലാമ ഹാജറ ഇലൈഹി അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ പോയത് ആ ഒന്നിലേക്ക് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിലേക്കാവുമ്പോൾ അള്ളാഹുവിലേക്കാവും, ദുന്യാവിന് വേണ്ടിയാവുമ്പോൾ ദുന്യാവിന് വേണ്ടിയാവും. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ നിയ്യത്തുകളൊക്കെ, നമ്മുടെ നിയ്യത്ത് എന്തിലേക്കാണോ അത് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹദീസിൽ പറഞ്ഞു ഇമ്രഅത്തിൻ യൻകിഹുഹ ഒരു സ്ത്രീയെ നിക്കാഹ് കഴിക്കാൻ വേണ്ടി എന്നുള്ള ഇത് പറഞ്ഞപ്പോ അവിടെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവിടെ ഒരു സ്ത്രീയെ നിക്കാഹ് കഴിക്കാൻ, സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്ന് റസൂൽ പറയാനുള്ള കാരണം എന്താണെന്ന് ചില പണ്ഡിതന്മാര്, ചില ഹദീസ് പണ്ഡിതന്മാര് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ
ഒരു ഉമ്മു ഖൈസ് എന്നുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഉമ്മു ഖൈസ്. അപ്പൊ ആ ഉമ്മു ഖൈസിനെ ഒരാൾ വിവാഹാലോചന നടത്തി. ഒരു പുരുഷൻ വന്നിട്ട്, ഒരു ആള് വന്നിട്ട്, സഹാബി വന്നിട്ട് പിന്നെ വിവാഹാലോചന നടത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ കല്യാണം കഴിക്കണം എന്ന് ഉമ്മു ഖൈസിനോട് പറഞ്ഞു. അപ്പൊ അവനോട് ഉമ്മു ഖൈസ് പറഞ്ഞു, അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കൂല. ഇജെന്ത് ചെയ്യണം, റസൂലിന്റെ സഹാബാക്കളോട് കൂടെ നീ മദീനയിലേക്ക് ഹിജ്റ പോകണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയാൽ മാത്രമേ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഓൻ എന്ത് ചെയ്തു? അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി, എനിക്ക് ആ സ്ത്രീയെ ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കണമല്ലോ എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി അവൻ എന്ത് ചെയ്തു? റസൂലിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പൊ അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഒരാൾ കല്യാണം കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഹിജ്റ പോയാൽ അവനക്ക് ആ കല്യാണം ആ സ്ത്രീയെ മാത്രമേ കിട്ടുള്ളൂ, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ഒരു പ്രതിഫലവും ഈ ഹിജ്റക്ക് കിട്ടൂല എന്ന് റസൂൽ പറയാൻ കാരണം അതാണ്. അപ്പോ അയാൾക്ക് പിന്നെ ആ ഹിജ്റ പോയ ആ സ്വഹാബിക്ക് പിന്നെ മുഹാജിറു ഉമ്മിൽ ഖൈസ് എന്ന് പിന്നീട് സഹാബാക്കൾ പിന്നെ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് പണ്ഡിതന്മാരിൽ ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ ഹദീസ് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പറയുന്നുണ്ട് മുത്തഫഖുൻ അലാ സിഹദിഹി, ഈ ഹദീസ് സ്വഹീഹാണ് എന്നുള്ളതിന്റെ മേലിൽ മുത്തഫഖുൻ യോജിച്ചതാണ് എന്നാണ്. മുത്തഫഖുൻ അലാ സിഹദിഹി എന്നും മുത്തഫഖുൻ അലൈഹി എന്നൊക്കെ ചില ഹദീസ് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മുത്തഫഖുൻ അലൈഹി അല്ലെങ്കിൽ മുത്തഫഖുൻ അലാ സിഹദിഹി എന്നൊരു ഹദീസ് കഴിഞ്ഞാൽ പിന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശം എന്താണ്? നമ്മുടെ ഹദീസ് പണ്ഡിതനായ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയും അതുപോലെ ഇമാം മുസ്ലിമും, നമ്മുടെ പ്രധാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരിൽ നമ്മൾ ആദ്യമായിട്ട് എണ്ണിയ രണ്ടാളുകളാണ് ഇമാം ബുഖാരിയും. ആദ്യത്തെ കാറ്റഗറിയിൽ ആദ്യത്തെ സ്ഥാനത്തുള്ളത് ഇമാം ബുഖാരിയും രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് ഇമാം മുസ്ലിമാണ്. അപ്പൊ ഈ ആദ്യത്തെ സ്ഥാനക്കാരും രണ്ടാമത്തെ സ്ഥാനത്തുള്ളവരും രണ്ടും കൂടി ഒരു ഹദീസിൽ യോജിച്ചാലാണ് എന്ത്? മുത്തഫഖാണ് യോജിച്ചു എന്നാണ് അർത്ഥം. മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്, മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരു ഹദീസിൽ രണ്ടുപേരും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്താലാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അപ്പൊ മുത്തഫഖുൻ അലാ സിഹത്തിഹി എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ് എന്നുള്ളതിന്റെ മേൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും യോജിച്ചിട്ടുണ്ട് എന്നാണ് മുത്തഫഖുൻ അലാ സിഹത്തിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം. അതാണ് ഒന്നുകൂടി വിശദീകരിച്ചിട്ട് പറയുകയാണ്. റവാഹു, ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര്? ഇമാമാൽ മുഹദ്ദിസീങ്ങളുടെ രണ്ട് ഇമാമായ രണ്ട് ഇമാമാരായ ഒന്ന് മുസ്ലിമാമും ബുഖാരി ഇമാമും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുഹദ്ദിസീങ്ങളുടെ രണ്ട് ഇമാമുമാരായ ആരൊക്കെ? അബു അബ്ദില്ല, ബുഖാരി ഇമാമിന്റെ പേരാണ് പറയുന്നത്. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബ അൽ ജുഹഫി അൽ ബുഖാരി ഇമാമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് ബിൻ മുസ്ലിം അൽ ഖുശൈരി നൈസാബൂരി റളിയല്ലാഹു അൻഹുമ, മുസ്ലിം ഇമാമും ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫി കിതാബിഹിമ, അവരുടെ രണ്ട് കിതാബുകൾ, അവരുടെ സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും. അല്ലദൈനി, എങ്ങനത്തെ രണ്ട് കിതാബാണ്? ഹുമാ, ആ രണ്ട് കിതാബും അസഹുൽ കുത്തുബിൽ മുസന്നഫ, രചിക്കപ്പെട്ട കിതാബുകളിൽപ്പെട്ട ഏറ്റവും നല്ല കിതാബാണ്, ഏറ്റവും സഹീഹായ കിതാബാണ് ഈ രണ്ട് കിതാബുകളും. ആ രണ്ട് കിതാബിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രണ്ട് ഹദീസും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്.